നമസ്കാരം. IHRD തിരുവനന്തപുരത്ത് നടത്തുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രോഗ്രാം ഈ കോൺക്ലേവിലെ ആദരണീയനായ IHRDയുടെ പ്രിയ ഡയറക്ടർ, പ്രിയ സുഹൃത്ത് ശ്രീ VA അരുൺകുമാർ, നേരത്തെ സംസാരിച്ചു പോയ പ്രേംകുമാർ, സുധീർ കരമന, അപ്പുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പു ചെയ്തൊരു സിനിമയുണ്ട്, നിഴൽ എന്ന സിനിമ എന്നുള്ളത്. ഞാൻ അതിൻ്റെ കാര്യം കൊണ്ട്, കാരണം ഇതൊരു ടെക്നിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു വർക്ക് എന്നുള്ള രീതിയിൽ ആ സിനിമയെക്കുറിച്ച് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റ് ചെയ്ത പടമാണ്. സിന്ധു, മറ്റ് പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷമുള്ളൊരു വേദിയാണ് ഈ സിനിമ എന്ന മീഡിയവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധിയുടെ ഈ കാലം, ഞാനത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ നൊബേൽ പ്രൈസ് കിട്ടിയ 2 പ്രശസ്ത ശാസ്ത്രജ്ഞന്മാർ വളരെയധികം പേടിയോടുകൂടി കണ്ട ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളതാണ്. അത് ഫിസിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയ ജഫീനും കെമിസ്ട്രിയിലെ ഡെമീസ് ഹസ്ബിസും 2 പേരും പറഞ്ഞ ഒറ്റ കാര്യം എന്നുള്ളത്, നിർമ്മിത ബുദ്ധിയെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് പുരസ്കാരം കിട്ടിയത്. പക്ഷേ നിർമ്മിത ബുദ്ധി എന്ന ഈ ഒരു ആധുനിക കാലത്തെ സങ്കേതം അല്ലെങ്കിൽ ഈ കണ്ടുപിടുത്തം എത്രമേൽ ഭീതി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ്. ഒരു ഒട്ടും സുരക്ഷയില്ലാത്ത അല്ലെങ്കിൽ ഈ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാങ്കേതിക വിദ്യ ഈ കാലത്തിൽ മനുഷ്യന് ഉപകാരപ്രദമാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഭയത്തോടു കൂടി കണ്ട ഒരു 2 പേരുടെ കാഴ്ചയിൽ 2 പേരുടെ അവരുടെ സാങ്കേതികത്വത്തിലും അവർ കണ്ടെത്തിയ കാര്യങ്ങൾ നിർത്തിക്കൊണ്ട് പറയുമ്പോഴാണ് നമ്മളിവിടെ ഈ പുതിയ കാലത്ത് ഈ സാങ്കേതിക വിദ്യയെ എങ്ങനെയാണ് മനുഷ്യന് ഉപകാരപ്രദമാക്കുന്ന രീതിയിലേക്ക് വേണമെന്ന് ആലോചിക്കുന്നതെന്നുള്ള. സ്വാഭാവികമായിട്ടും ആധുനിക ലോകത്ത് നമ്മളിപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, മനുഷ്യൻ്റെ ഭാവനയാണ് അൾട്ടിമേറ്റ് എന്നുള്ളത്. മനുഷ്യൻ ഭാവന കൊണ്ട് വളരെ കൃത്യമായിട്ട്, വളരെ മനോഹരമായിട്ട് പുതിയ പുതിയ കാലത്തേക്ക്, പുതിയ രീതികളിലേക്ക്, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ ആധുനിക കാലത്ത് ഏറ്റവും ഈ 2017 മുതൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഈ ടെക്നോളജി എങ്ങനെയാണ് മനുഷ്യന് ഉപകാരപ്രദമാകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഇത്തിരി ഭയത്തോടു കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. വേറൊന്നുകൊണ്ടുമല്ല. നേരത്തെ നമ്മൾ പറയും, നമ്മുടെ മനസ്സാണ് പ്രധാനം. നമ്മുടെ മനസ്സിനകത്ത് വരുന്ന ചിന്തകളാണ്, നമ്മുടെ സ്വപ്നങ്ങളാണ് അത് സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അത് ഒരാളുടെ ചിന്തയും ഒരാളുടെ സ്വപ്നവും ഒരാളുടെ ആശയവുമാണെന്നുള്ളത്. പക്ഷേ AI അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം. ആ യാഥാർത്ഥ്യത്തിനൊപ്പം തന്നെ നമ്മൾ പുറകെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന, ഇതൊരു ആപ്പ് പോലെ ഈ ഒരു ടെക്നോളജി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാങ്കേതികവിദ്യ ജനത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് പര്യാപ്തമാകുന്ന രീതിയിലുള്ള ടെക്നോളജിയെ മനോഹരമായ രീതിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ശാസ്ത്രജ്ഞ സമൂഹം, അവരുടെ ആയിരക്കണക്കിന് ആളുകളുടെ ചിന്തകളുണ്ട് ഇതിനകത്തുനിന്നാണ്. ആയിരക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ നൽകുന്ന ഡാറ്റകളുണ്ടെന്നാണ്. ഇന്നത്തെ കാലത്ത് ഡാറ്റ ബേസ്ഡാണ് ജീവിതം മുഴുവൻ. ഓരോ മനുഷ്യനും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഡാറ്റയേ ഉള്ളൂ. കാരണം നമ്മളടക്കം ഒരു ഡാറ്റയായി മാറിക്കൊണ്ടിരിക്കണം. നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഡാറ്റയാണ്, ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ ഓരോ മനുഷ്യനൊരു പ്രോഡക്റ്റായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്രയധികം ഡാറ്റകൾ കിട്ടുമ്പോൾ ആ ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കമാൻഡുകൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു ടെക്നോളജിയായിട്ട് AI മാറുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേണമെങ്കിൽ നമ്മൾ പറയും, നമ്മളിവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരിൽ 2-3 പേര് ഇരുന്നിട്ട് ഒരു കഥ തീരുമാനിക്കപ്പെടുന്നു. ഒരു കഥ, നമ്മുടെ ആശയം തീരുമാനിക്കപ്പെടുന്നു. ആ ആശയം നമ്മൾ ഇതിൻ്റെ AI കമാൻഡിങ്ങിലൂടെ നമ്മളതിന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കുന്നു. ഇതിന് 100 കിലോമീറ്റർ 1000 കിലോമീറ്റർ അപ്പുറത്ത് വേറെ 3 പേർ ഇരുന്ന് ഇതേ ആശയം സംസാരിക്കുമ്പോൾ ഇതിനകത്തുള്ള രീതി, നമ്മളുണ്ടാക്കുന്നതും കമാൻഡുകൾ ചിലപ്പോൾ ഒന്ന് തന്നെയായി മാറും. അപ്പോൾ ഉണ്ടാക്കുന്നത് പ്രോഡക്റ്റുകൾ ഒന്ന് തന്നെയായി മാറുന്നില്ല. നമുക്കിതിനകത്തൊരു വളരെ കൃത്യമായിട്ട് എല്ലാ മനുഷ്യനും ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുന്ന ഒരു രീതി ഉണ്ടാവുമോ എന്ന് ആലോചിക്കുമ്പോൾ ഇത്തിരി ഭയമുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്ന കാര്യം. ഒന്നാമത്
നമ്മൾ പറയും AI കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക തരത്തിലുള്ള ഈ സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ടാവും. നമുക്കറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു സിനിമ എന്നൊരു മീഡിയ, കാരണം ഇപ്പോഴത്തെ കാലത്ത് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞൊരു ആശയം തീരുമാനിക്കപ്പെട്ടൊരു സ്ക്രിപ്റ്റ് തയ്ക്കുമ്പോൾ സ്ക്രിപ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ടൂളുണ്ട്. ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു തിരക്കഥ ഉണ്ടാക്കുന്നു. ഈ തിരക്കഥ മനുഷ്യൻ മുൻപ് ഇതേ കഥ ഉപയോഗിച്ചുകൊണ്ട് കണ്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആ ടേസ്റ്റിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ്, കാരണം അവരുടെ ഈ താല്പര്യങ്ങളുണ്ട്, താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഈ കഥ പോകുന്നത് എന്ന് തീരുമാനിക്കാൻ പറ്റും. ബോക്സ് ഓഫീസ് താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് വേണമെങ്കിൽ തിരക്കഥകൾ ഉണ്ടാക്കും. ഇതിനകത്ത് പറ്റിപ്പോകുന്നൊരു വലിയ ദുരന്തം കൂടിയുണ്ട്. കാരണം ടെക്നോളജി നല്ലതാണ്, ടെക്നോളജി എപ്പോഴും പുതിയ കാലത്ത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ടെക്നോളജി ഒരേ സമാനമായിട്ട് ഒന്ന് തന്നെയായി മാറുന്ന ഒരു കാലം കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതെവിടെയാണ് നമുക്കിതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സിനിമ എന്ന മീഡിയത്തിനകത്ത് ഈ ടെക്നോളജി വളരെ കൃത്യമായിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്. പുതിയ കാലത്ത് വന്നിട്ടില്ല പല സിനിമകളും, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടില്ല. ഏറ്റവും ഇതിൻ്റെ ഒരു ഗുണകരം എന്നുള്ള രീതിയിൽ ഗുണകരമായിട്ട് നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റുന്നത് ക്ലാസിക് സിനിമകളെ നമുക്ക് റീമാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് പുതിയ കാലത്തേക്ക്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ദേവദൂതൻ പോലെയും മണിച്ചിത്രത്താഴ് പോലെയൊക്കെയുള്ള സിനിമകൾ ഈ റീമാസ്റ്ററിങ്ങിൻ്റെ സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അന്ന് കേടുവന്ന് പഴയ 10-30 വർഷം മുമ്പുള്ള പഴയ സിനിമകൾ വീണ്ടും റീമാസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യതകൾക്ക് വേണമെങ്കിൽ ഈ AI ഉപയോഗിക്കപ്പെടാം. എൻ്റെ സൗണ്ടിനെ കുറിച്ചും എൻ്റെ വിഷ്വൽസിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് ആ രീതിയിലൊരു ഗുണമുണ്ടാകുന്നുണ്ട്. കാരണം ചിലപ്പോൾ വേണമെങ്കിൽ ഡബിൾ ഇമേജുകൾ ഉണ്ടാക്കുന്നതിനകത്ത് മരിച്ചുപോയ മനുഷ്യന്മാരെ നമുക്ക് വേണ്ടുമെങ്കിൽ വീണ്ടും കൊണ്ടുവരുന്നതിനെക്കുറിച്ചും, ഇപ്പോൾ ഏറ്റവും ഡിജിറ്റൽ ഇൻകാർണേഷൻ എന്ന് പറഞ്ഞൊരു പുതിയ ടെക്നോളജിയും കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ മൈക്കിൾ ജാക്സനെ വീണ്ടും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മൈക്കിൾ ജാക്സൻ്റെ പ്രോഗ്രാം നടത്തിയ ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. റീക്രിയേറ്റ് ചെയ്യാം ഉള്ളതിനെ എങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് പുതിയതായിട്ട് അതേ രീതിയിൽ പുതിയ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സിനെ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഈ ഡിജിറ്റൽ ഇൻകാർണേഷൻ എന്ന് പറയുന്ന സാധനത്തിലേക്ക് കൊണ്ടുവരാം. ഇതേ സ്ഥിതികൾ സിനിമയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ എന്ന സിനിമയിൽ നെടുമുടി വേണുചേട്ടനെ വീണ്ടും കൊണ്ടുവന്നൊരു കഥയുണ്ടായിരുന്നു. വിജയുടെ ഗോട്ടിൽ വിജയകാന്തിനെ കൊണ്ടുവന്ന കാര്യം. ഇതുപോലെയൊക്കെ പല സിനിമകളിലും വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാനൊക്കെ പറ്റും. പക്ഷേ ഇതുണ്ടാക്കുന്നൊരു ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. കൃത്യമായിട്ടത് ചെയ്യാൻ പറ്റും. ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ പരിപൂർണമായിട്ട് മനുഷ്യൻ പോലും ഇല്ലാതെ നമ്മൾ സംസാരിച്ച സാധനങ്ങൾ ഈ കഴിഞ്ഞ കാലത്ത് ഇന്ത്യൻ എന്ന രജനീകാന്തിൻ്റെ യന്ത്രൻ എന്ന സിനിമയ്ക്ക് തിരുവനന്തപുരത്ത് ടൂൺസ് അനിമേഷൻകാർ കൃത്യമായിട്ട് ഈ ഒരു സംഭവം ഉപയോഗിച്ചിരുന്നു. ആൾക്കാരുടെ മൂവ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് റോബോട്ടിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു ടെക്നോളജി എത്രത്തോളം ഗുണകരമായിട്ട് മാറ്റാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. പക്ഷേ ഈ ഗുണകരമാകുന്ന ടെക്നോളജിയെ എങ്ങനെയാണ് പൊതു ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മുമ്പ് ഇത് പറയാൻ കാരണം, നിങ്ങളെല്ലാവരും ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു മീഡിയം ഉപയോഗിക്കുന്ന കക്ഷികളാണ്. അതിനും കുറേ നാൾ മുമ്പ് ഓർക്കൂട്ട് ഉണ്ടായിരുന്നു. ഓർക്കൂട്ട് എന്ന് പറഞ്ഞൊരു മീഡിയത്തെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച് കൊണ്ടുവന്നു. അത് മാറിക്കഴിഞ്ഞ് ഫേസ്ബുക്കിലേക്ക് വന്നു. ഫേസ്ബുക്കിനകത്ത് നമ്മളെ കണ്ടത്, കാരണം ഓർക്കൂട്ടൊരു ഗ്രൂപ്പ് ആയിട്ടുള്ളൊരു ഒരു ചെറിയ ഗ്രൂപ്പിനെ മാത്രം, അല്ലെങ്കിൽ അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് ചേരുന്ന ആൾക്കാർ മാത്രമായിരുന്നു അത്. പക്ഷേ ഫേസ്ബുക്ക് വന്നപ്പോഴേക്ക് കുറേ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് വന്നു. ഇതിനകത്ത് നന്മയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാം സംഘം ചേരുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പോലും വളരെ മോശമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്ന, ആ രീതിയിലാക്കുന്ന കലുഷിതമാകുന്ന മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്കായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല എന്ന് പറയാവുന്ന അവസ്ഥകളല്ല. കാരണം ഓരോ വ്യക്തിക്കും അത്രമേൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ടെക്നോളജി നല്ലതാണോ ചീത്തയാണോ ഗുണകരമാണോ അല്ലെങ്കിൽ അത് ദോഷമുണ്ടാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ ഇതേ സ്വഭാവം സ്വാഭാവികമായിട്ടും ഈ ടെക്നോളജിയുടെ ഏരിയകളിലേക്ക് വരും. പക്ഷെ നന്മ വഴി ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം തീർച്ചയായിട്ടും മനുഷ്യന് ഗുണകരമാകുന്ന അവസ്ഥകളിലേക്ക് എത്രത്തോളം സജീവമായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും, AI എന്ന് പറയുന്ന ടെക്നോളജി എത്രത്തോളം സജീവമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള. കാരണം
നമുക്ക് പറയാം, സിനിമ എന്ന് പറയുന്ന മീഡിയത്തിൻ്റെ ശബ്ദം, അതിൻ്റെ വിഷ്വൽ എഫക്റ്റ്, അതിൻ്റെ സാധ്യതകൾ, അതിനകത്ത് ഇപ്പോൾ ഒരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊരു കഥ ആലോചിച്ച് കഴിയുമ്പോൾ ആ കഥ അതിൻ്റെ വിശാലമായ ഭാവനകളിലേക്ക് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ചരിത്രപരമായിട്ടുള്ള ക്ലാസിക് സ്വഭാവമുള്ള തരത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന അവിശ്വസനീയമായ ഒരു ലോകത്തിലേക്ക് പോലും വേണമെങ്കിൽ കൊണ്ടുപോകുന്ന ക്രിയേറ്റിവിറ്റിയുടെ ഒരു എലമെൻറ്റ് ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ പ്രദേശത്തെ ലൊക്കേഷനുകളിൽ പോലും പോകാതെ ഏതെങ്കിലും ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതേ രീതികൾ തന്നെ സിനിമ എന്ന മീഡിയത്തിനകത്ത് ചിന്തകളിലും കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അത് കാരണം ഈ കങ്കുവ എന്ന് പോലുള്ള സിനിമകളിലൊക്കെ നമ്മളത് കണ്ടതുമാണ്. കാരണം ക്രിയേഷൻ്റെ സാധ്യതകളുണ്ട്. പക്ഷേ ഈ സാധ്യതകൾ ഉണ്ടാകുമ്പോൾ ഒപ്പം തന്നെ ഇതിൻ്റെ ദൂരവ്യാപകമായ ദുരന്തങ്ങളുടെ കഥകൾ കൂടി ആലോചിക്കാനുള്ള വേദികളാണ് പലപ്പോഴും ഇത്തരം ഈ സംവാദങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പുതിയ കാലത്ത് പുതിയ ടെക്നോളജി എത്രത്തോളം ഗുണകരമായി മാറുന്നുണ്ട്, മനുഷ്യന് ഗുണകരമാകുന്നുണ്ടോ, അത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുണകരമാകുന്നുണ്ടോ എന്നുള്ളതും കൂടി ആലോചിക്കേണ്ട ഒരു സമയമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. കാരണം ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഹൈപ്പർ റിയലിസ്റ്റിക് ഡീപ്പ് ഫേക്ക് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ എയുടെ പങ്കാളിത്തം ഗുരുതരമായ ധാർമ്മിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം വേണമെങ്കിൽ നമുക്ക് ഇത്തരം ഈ അൺറിയലിക്കായിട്ടുള്ള ഡീപ്പ് ഫേക്ക് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഒരാളെ ഉണ്ടാക്കി കഴിഞ്ഞ് ക്രിയേറ്റ് ചെയ്താൽ അയാൾ എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വേണമെങ്കിൽ അതിൻ്റെ റിയൽ കക്ഷിയെ എത്രത്തോളം ദ്രോഹിക്കാം എന്നുള്ള അവസ്ഥകളിലേക്ക് കൂടി കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടാക്കാൻ പറ്റും. അത് വേണമെങ്കിൽ ധാർമ്മികമായ മനുഷ്യൻ്റെ കാരണം നമ്മളെല്ലാം ധർമ്മവും നീതിയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടാണല്ലോ എല്ലാ ടെക്നോളജിയെക്കുറിച്ചും സംസാരിക്കാറ്. ആ ധാർമ്മികത പോലും ഇല്ലാത്ത രീതിയിലേക്ക് വേണമെങ്കിൽ ഇതിനെ കൊണ്ടുപോകുന്ന അവസ്ഥകളിൽ ഒരു ഭയപ്പാടോടുകൂടി കാണേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിന് നന്മയുണ്ട് തിന്മയുണ്ട് എന്ന് പറയുന്ന സാധനങ്ങൾ, ആ നന്മയെ നമ്മൾ എത്രത്തോളം ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ ടെക്നോളജി സർവൈവ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. കാരണം നമ്മൾ ഒന്നാലോചിച്ച് നോക്കൂ, ഓർക്കൂട്ട് ഒരുപാട് പല സാധനങ്ങളും വന്നും ഈ പുതിയ കാലത്ത് ആധുനിക സാങ്കേതിക വിദ്യകളിൽ പല കാര്യങ്ങളും വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ മൊബൈൽ ഫോണിനകത്ത് തന്നെ ടെക്നോളജിയുടെ സാധ്യതകൾ അതിഭീകരമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഈ ഫേസ്ബുക്ക് വരുന്ന കാലത്ത് ഒരിക്കലും അതിൻ്റെ ആരംഭകാലങ്ങളിൽ ഒരിക്കൽ പോലും അതിനകത്ത് ഒരു ഫോട്ടോ അല്ലാതെ അതിനകത്ത് വീഡിയോ വരുമെന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റും, സംഗീതം പോസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളും പുതിയതായിട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അതുണ്ടാക്കിയെടുക്കുന്ന ഇമ്പാക്റ്റുകളുടെ ദയനീയ അവസ്ഥകളും നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ടെക്നോളജിക്ക് നന്മയും തിന്മയും ഉണ്ട്. ആ തിന്മയുടെ തോത് കുറയ്ക്കാൻ മനുഷ്യൻ എന്ന് പറയുന്ന, നേരത്തെ പ്രേമം പറഞ്ഞ ഒരു സാധനം തന്നെയാണ്, അൾട്ടിമേറ്റായിട്ട് മനുഷ്യനായിട്ട് നിന്നുകൊണ്ട് തന്നെ മാത്രമേ അതിനുള്ള സാധ്യതകളുള്ളൂ. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സോൾ, ഒരു പ്യൂരിറ്റിയുള്ള ഒരു സോൾ, അത് നശിക്കപ്പെടാതെ കാരണം ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഈ ഐ റോബോട്ട് എന്നൊരു സിനിമയുണ്ടായിരുന്നു. ലോകത്ത് മുഴുവൻ റോബോട്ടിക് എൻജിനീയറിങ്ങോടുകൂടി റോബോട്ടുകളായിരിക്കും ലോകം ഭരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന ഒരു സിനിമയുണ്ടായിരുന്നു. അന്ന് റോബോട്ടുകൾ കൊണ്ടുണ്ടാകുന്ന അതിന് ഈ റോബോട്ടുകൾ വെറും കമാൻഡുകൾ കൊടുക്കുന്നതിനനുസരിച്ച് മാത്രം ചെയ്തു പോകുന്ന ഒരു യന്ത്രമായിട്ടുണ്ട്. പക്ഷേ അതിനകത്തേക്ക് മനസ്സ് അപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് കൂടി ആ സിനിമ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പം അൾട്ടിമേറ്റായിട്ട് മനസ്സ് തന്നെയാണ് പ്രധാനം. എന്തു തന്നെ ആയാലും ഇതിനകത്ത് എത്രയോ പേര് കൂടെ നിന്ന് ചെയ്തു പോയാൽക്കാലും ഒരാൾ ചെയ്യുന്ന ക്രിയേറ്റീവ് സാധനം, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒന്നുപോലെ ആകാതിരിക്കാനുള്ള ശ്രമം അവനുണ്ടാവും. ഒരുത്തൻ സ്വപ്നം കാണുന്നത് 100 പേര് സ്വപ്നം കാണുന്നത് പോലെ അല്ല എന്നുള്ളതും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വപ്നം കാണുന്നതിന് എത്രത്തോളം അതിനൊരു യൂണിക്നെസ് ഉണ്ടാക്കാം, അത് എത്രത്തോളം മൗലികമായിട്ടുള്ള കൃത്യമായിട്ട് മാറ്റാം എന്നുള്ളത് ആലോചിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ടെക്നോളജി അല്ല, ടെക്നോളജിക്ക് അപ്പുറത്ത് മനുഷ്യൻ എന്ന് പറയുന്ന മനസ്സുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഒരു പുതിയ കാലത്തെ സിനിമ എന്ന മീഡിയത്തിലേക്ക് വളരെ സജീവമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി തന്നെയാണ്. കാരണം പുതിയ തരത്തിലുള്ള ക്രിയേഷനുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ അപ്പൂനോട് പറഞ്ഞതുപോലെ, കാരണം ഞാൻ എൻ്റെ അടുത്തൊരു സിനിമയ്ക്കകത്ത് ധാരാളം മൃഗങ്ങളുണ്ട് അതിനകത്ത്. ആ മൃഗങ്ങളെ ഒന്നും തന്നെ നമ്മൾ ഈ പറയുന്ന ഒറിജിനലായിട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ തലവേദനകളുണ്ട്. പക്ഷേ അതിൻ്റെ സാധ്യതകൾ ഈ AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിടത്തും ഇരുന്നു കൊണ്ട് മറ്റൊരിടത്തും പോകാതെ കഥയിൽ ഈ പറയുന്ന എല്ലാ സാധനങ്ങളെയും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ, അതിൻ്റെ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു സാധ്യതയുടെ ഒരു ലോകമുണ്ട്. അതൊരു നന്മയുടെ വഴികളിൽ കൂടെ കൊണ്ടുപോകുന്ന ലോകമുണ്ടല്ലോ.
തിന്മയുണ്ടാക്കുന്ന മനുഷ്യൻ്റെ മനസ്സ് തിന്മയും കലുഷിതമായും അത് മാറാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത് പരിപൂർണമായിട്ടും ഒരു പ്യൂരിഫൈഡ് സോളിൽ നിന്നും ഉണ്ടാവേണ്ടത് തന്നെയാണ്. അപ്പം ഈ സ്വാഭാവികമായിട്ടും പറയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ പുതിയ നിർമ്മിത ബുദ്ധി ഇതെങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക്, മനുഷ്യൻ്റെ ഡേ ടു ഡേ ലൈഫിലേക്ക് കൊണ്ടുപോകുന്നു, അതിന് എത്രത്തോളം ഗുണമുണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാവുന്ന ഒരു വേദി കൂടിയായിട്ട് ഇതിനെ കാണുകയും ആധുനിക കാലത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടെക്നോളജി മനുഷ്യൻ്റെ ജീവിതത്തിൽ സജീവമായിട്ട് നിലനിർത്താൻ പറ്റുന്നൊരു ഇടമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം വേദികളിലൂടെ ഉണ്ടാകും. കാരണം നമ്മൾ എപ്പോഴും പറയും, ഒരു കഥ കേൾക്കുമ്പോൾ ആ കഥയിലൊരു നന്മയുണ്ടെങ്കിൽ ആ നന്മ കേൾക്കുന്നത് ഒരാൾക്കൂട്ടത്തോടാണ് നമ്മൾ പറയുന്നെങ്കിലും അതിനകത്ത് അതിൻ്റെ നന്മ മനസ്സിലാക്കുന്ന ഒരാളുണ്ടാവും. ആ ഒരാൾ മതി സത്യത്തിൽ ലോകത്തെ പരിപൂർണമായിട്ടും മുന്നോട്ട് നയിക്കാൻ എന്നുള്ളതാണ് സത്യം. ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഒരു മനുഷ്യനെ മുമ്പിലേക്കാണ് ഞാനിപ്പോൾ ഇത് സംസാരിച്ചത്. തീർച്ചയായിട്ടും ആ മനുഷ്യനിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. നഷ്ടപ്പെടാതെ പോകുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, മനുഷ്യൻ്റെ മനസ്സ്. അത് സത്യമുള്ളതാണെന്ന് വിശ്വസിക്കുന്നു.